മല ഇറങ്ങണ്ടെന്ന് അവിടെ നിൽക്കാം. ഹലോ, ഇറ്റ്സ് മീ ഷെറിനസർ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലെ ഇന്റർലേക്കണിലാണ് ഉള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ നേരെ ഇറ്റലിയിലേക്ക് പോവാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ലാസ്റ്റ് ഡേ ആയിട്ടുള്ള ഇന്ന് നമ്മൾ ഇന്റർലേക്കണിലെ കാഴ്ചകളാണ് കാണിക്കുന്നത്. ഇന്റർലേക്കണിൽ പൊതുവേ ഡേ ലൈഫിനേക്കാളും കൂടുതൽ നൈറ്റ് ലൈഫാണ് ഒന്നും കൂടി ആളുകൾ എൻജോയ് ചെയ്യുന്നത്. ഒരുപാട് ഇമാറാത്തുകളും അറബ്സൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഇറ്റലിയിലേക്കുള്ള യാത്രയും കൂടിയാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെറിനസർ. ഗുഡ് മോർണിംഗ് സ്വിറ്റ്സർലാൻഡ്. ഇങ്ങനെ കൊടുന്ന കുട ഉപകാരപ്പെട്ടില്ലേ? പുള്ളിക്കുട സ്വിറ്റ്സർലാൻഡ്. ഇതൊരു ബർഗർ കിങ് ആണ് കേട്ടോ. ഇവിടെ ഒരു ബർഗറിന് 22 ഫ്രാങ്ക്സ് ആണ്. കാക്കു, 22 ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞാൽ എത്ര ദിർഹംസാ? 22 ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞാൽ എത്ര ദിർഹംസാ? 100 ദിർഹംസ് ഒരു ബർഗറിന്. സ്വിറ്റ്സർലാൻഡിൻ്റെ എക്സ്പെൻസാണ് അവരെ തെളിയിക്കുന്നത്. രാത്രി ഓട്ടപ്പാച്ചിലിനിടക്ക് ഫൈനലി നമ്മളിതാ ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സ്പോട്ടിൽ. നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് നമ്മുടെ ഗ്രേ വാട്ടർ ബ്ലാക്ക് വാട്ടറൊക്കെ കളഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. ഇന്ന് നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റി ആയിട്ടുള്ള ഇന്റർലേക്കണിലാണ് ഫസ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു ഉച്ചയോടുകൂടി സ്വിറ്റ്സർലാൻഡ് വിട്ട് നമ്മൾ ഇറ്റലിയിലേക്ക് കടക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ കാക്കു ബ്ലാക്ക് വാട്ടർ ഗ്രേ വാട്ടർ ഒക്കെ കളഞ്ഞ് പിന്നെ വെള്ളമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ രാത്രിത്തെ ഓട്ടപ്പാച്ചിൽ വല്ലാത്തൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഇവിടെ ഒരു ബർഗർ കിങ് ഉണ്ട്. സ്വിറ്റ്സർലാൻഡ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവായിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ബർഗർ കിങ് നല്ലൊരു നോർമൽ ബർഗറിന് വരുന്നത് 110 അത് 110 ദിർഹംസാണ് ഒരു മീഡിയം ബർഗറിന് വരുന്നത്. അപ്പം അത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ നീങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഇന്റർലേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റി കാണാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ ലാസ്റ്റ് ദിവസമാണ്. നല്ല വിഷമമുണ്ട് പോകുമ്പോൾ കേട്ടോ. ഒന്ന് കുറച്ച് ദിവസം കൂടി നിൽക്കായിരുന്നു എന്നൊക്കെ തോന്നുക, പക്ഷെ നമുക്ക് കഴിയില്ല. എന്തായാലും ഇങ്ങനെയെങ്കിലും കാണാൻ സാധിച്ചല്ലോ. അപ്പോൾ നമ്മുടെ വാൻ ലൈഫ് ഇൻ യൂറോപ്പിലെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഓസ്ട്രിയയിൽ വന്നിറങ്ങി. ഓസ്ട്രിയ, ലിച്ചസ്റ്റീൻ, ജർമ്മനി എല്ലാം കണ്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ വന്നു. സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ 5 ദിവസം സ്പെൻഡ് ചെയ്തു. ഇനി സ്വിറ്റ്സർലാൻഡിലെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം കാണാനാണ് പോകുന്നത്. ഇന്റർലേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റി കാണാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ മടക്ക യാത്ര തുടങ്ങുകയാണ്. അപ്പം നമ്മൾ യാത്ര തിരിച്ചു പോകുന്നത് നമ്മൾ വന്ന വഴിയേ അല്ല. നമ്മൾ ഇറ്റലി, സ്ലൊവാനിയ വഴിയാണ് നമ്മൾ ഓസ്ട്രിയയിലേക്ക് തിരിച്ചു പോകുന്നത്. ഏകദേശം 1000 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് ഓസ്ട്രിയയിലേക്കുണ്ട്. അപ്പം നമ്മൾ ഇറ്റലി, സ്ലൊവാനിയ വഴിയാണ് ഓസ്ട്രിയയിലേക്ക് പോകുന്നത്. ഓസ്ട്രിയയിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്, നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളത് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡിൽ മഴ ഇന്ന് നിന്നിട്ടില്ല. സാധാരണ എന്നും ഒരു വൈകുന്നേരത്തൊരു 8 മണിക്ക് മഴ തുടങ്ങിയാൽ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ മഴ നിൽക്കാറുണ്ട്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ എന്നറിയില്ല, ഇന്ന് മഴ നിന്നിട്ടേ ഇല്ല. ഇതുവരെ നമുക്കൊരു പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു കാലാവസ്ഥ ഇവിടെ വന്നിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് എത്രത്തോളം നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റും, എന്തൊക്കെ ആസ്വദിക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. കാരണം മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ പണി പാളും. അപ്പം എന്തായാലും ഇന്റർലേക്കണിലൊന്ന് പോയി നോക്കാം. സ്വിറ്റ്സർലാൻഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഈ ഇന്റർലേക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അവിടെ ശരിക്കും ഞാൻ പറഞ്ഞു ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഹാർഡർ കുൾമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടിവിറ്റി. ഈ ഹാർഡർ കുൾമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിറ്റിൻ്റെ നേരെ മുകളിലുള്ളൊരു വ്യൂവിൻ ഡെക്കാണ്. ഇന്റർലേക്കണിന് ഏകദേശം 4000 അടി ഉയരത്തിലുള്ള ഒരു വ്യൂവിൻ ഡെക്കാണ് കേട്ടോ. ഈ ഇന്റർലേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റി 2 ലേക്കിൻ്റെ നടുക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ് കേട്ടോ.
അപ്പം രണ്ട് സൈഡിലും ലൈക്കൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ ഡെക്കിലും മുകളിൽ പോയിട്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറുള്ളൊരു ദിവസമാണെങ്കിൽ ഈ ഒരു സിറ്റി അടിപൊളിയായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ തുന്നു പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയും കൂടി നമുക്ക് കാണാൻ പറ്റും. അത്രയും എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇൻ്റർലേക്കണും തുന്നൊക്കെ. അപ്പം ഇന്നൊരു ഫോഗി ദിവസമാണ്. ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ക്യാമറ വാൻ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. വാവ്, എന്ത് ഭംഗിയാണെന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മളിവിടെയാണ് നമ്മുടെ ക്യാമറ വാൻ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇൻ്റർലേക്കൺ സിറ്റി ഒന്ന് നടന്ന് കാണണം. അടിപൊളി പ്ലേസാണ്, ഒന്നും പറയാനില്ല. വെറുതെ അല്ല വിദേശികൾ ഇവിടുന്ന് പോവാത്തത്. ഇഷ്ടം പോലെ ഇന്ത്യക്കാരുണ്ട് കേട്ടോ. നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കുറേ ഇന്ത്യക്കാരെ നമ്മൾ കണ്ടു. നമ്മൾ ഇന്ന് ഇൻ്റർലേക്കിന് വന്നിട്ടുള്ളത് തന്നെ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. ശരിക്കും അത് ഗ്രിൻഡൽവാൾഡിൽ നിന്ന് പോകുന്ന ഒരു കേബിൾ കാറാണ്. അപ്പോൾ ഇവിടെ നിന്ന് അതിൽ നമ്മൾ ട്രെയിനിൽ പോയിട്ട് ഗ്രിൻഡൽവാൾഡിൽ നിന്ന് അവർ കേബിൾ കാറിൽ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇന്ന് മഴയാണ്. നല്ല ഇന്നത്തെ വെതർ നല്ല മഴയാണെന്ന്. സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ വന്നിട്ട് ഇത്രയും ദിവസം നൈറ്റിൽ മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി തൊട്ടിട്ട് മഴ നിന്നിട്ടില്ല. നല്ല മഴ, നല്ല ആംബിയൻസ്, എന്താ രസം കാണാൻ. നല്ലൊരു തണുപ്പും, നാട്ടിൽ മഴക്കാലം ഉണ്ടല്ലോ ആ ഒരു ഫീലും ഒക്കെ കൂടിയിട്ട് നല്ലൊരു ആംബിയൻസുള്ള ടൈമാട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ താഴേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് കോടമഞ്ഞാണ്. ഞാൻ കാണിക്കാൻ ബാക്കിൽ കണ്ടോ, ആ മൗണ്ടൻസിൻ്റെ മുകളിലൊക്കെ ഒന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടോപ്പ് ഓഫ് യൂറോപ്പിൽ നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഏകദേശം നമുക്ക് 1000 ദിർഹംസ് വരും. 1000 ദിർഹംസ് അല്ല നമുക്ക് അതിന് വരുന്നത്, 1000 ദിർഹംസ് അല്ല വരുന്നത്. അതിന് പെർ ഹെഡ് 132 ഫ്രാങ്ക്സ് എങ്ങാണ്ടാണ്. പിന്നെ 6 ഇയർ വരെയുള്ള അതിന് ശരിക്കും സീറ്റ് റിസർവേഷൻ വേറെ, നമ്മൾ ടിക്കറ്റ് ബുക്കിംഗ് വേറെ ചെയ്യണം. ടിക്കറ്റ് ബുക്കിംഗ് എനിക്ക് തോന്നുന്നു ഒരു അഡൾട്ടിന് വരുന്ന 132 ഫ്രാങ്ക്സ് എങ്ങാണ്ട്. ശരിക്കും ഇവിടെ കുറേ ആക്ടിവിറ്റികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വിസ് പാസ് എടുക്കണമല്ലോ. സ്വിസ് പാസിൽ ഇവിടുത്തെ ട്രെയിന്, ബസ്, അതുപോലെ ഈ ഓരോ ആക്ടിവിറ്റിക്കുള്ള എൻട്രൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതിൽ, എല്ലാം ഫ്രീ ആണ് അതിൽ. പക്ഷേ സ്വിസ് പാസ് അത്യാവശ്യം ഇതാണ് തോന്നുന്നുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഹാഫ് പാസ് ഉണ്ട്. ഹാഫ് പാസ് എടുത്തു കഴിഞ്ഞാൽ ട്രെയിനിൽ ആക്ടിവിറ്റികൾക്കൊക്കെ 50% ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ നമ്മൾ പിന്നെ ഒരു ക്രോസ് കൺട്രി ട്രിപ്പ് ആയതുകൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ടോപ്പ് ഓഫ് യൂറോപ്പ് ഒക്കെ അതിൽ പെടും, ആ സ്വിസ് പാസ് എടുത്താൽ എല്ലാം പെടും. ഇവിടുത്തെ ഒരു എല്ലാ ആക്ടിവിറ്റികളും ഈ സ്വിസ് പാസിൽ ഫ്രീ ആണ്. പക്ഷെ നമ്മളിന്ന് ടോപ്പ് ഓഫ് യൂറോപ്പ് കാണാൻ പോകാത്ത, അതിൻ്റെ മുകളിൽ പോയിട്ട് ഇന്ന് കാര്യമില്ല വല്ലാതെ. നമ്മൾ അതിൻ്റെ ടോപ്പിൽ പോകുന്നത് യൂറോപ്പ് ഫുള്ള് കാണാനില്ല, ഫുള്ള് ഫോഗാണ്. അതുകൊണ്ട് തന്നെ കാണൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്ത് നമ്മൾ ഈ ഇൻ്റർലേക്കണിൽ ഒരു സിറ്റി വാക്കാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിറ്റി കൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ. ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. ഇത്രയധികം ഇന്ത്യക്കാരെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ നടക്കുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. നമ്മൾ മുകളിൽ പോയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇൻ്റർലേക്കൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഒരു ഫെനിക്കുലാറിലാണ് നമ്മൾ ആ മുകളിലേക്ക് പോകട്ടോ. അപ്പം ഒരാൾക്ക് ഒരു മുകളിലേക്ക് പോകാൻ ചാർജ് ചെയ്യുന്നത് 40 യൂറോ ആണ്. 40 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 4000 ഇന്ത്യൻ രൂപയാണ് കേട്ടോ. അപ്പം ഇതൊരുപാട് സമയമൊന്നുമില്ല. 10 മിനിറ്റാണ് മുകളിലേക്കും അതുപോലെ തന്നെ 10 മിനിറ്റാണ് താഴേക്ക് വരാനും. പക്ഷേ ഈ ഒരു ഫെനിക്കുലാർ എന്താ പറയുക, ഫെനിക്കുലാറിൽ പോയിട്ട് നമുക്ക് ആ ഒരു വ്യൂവിൻ ഡെക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇൻ്റർലേക്കണും അതുപോലെ നല്ല ക്ലിയർ ദിവസമാണെന്നുണ്ടെങ്കിൽ തുന്നുവാനുള്ള സിറ്റിയും കൂടി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട്. അവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ എന്തായാലും മിസ് ചെയ്തു. പിന്നെ ഈ സിറ്റിയിൽ വെച്ചിട്ട് ഒരുപാട് ബോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപാട് ഇന്ത്യക്കാർ നമ്മളിവിടെ കണ്ടത്. അതുപോലെ തന്നെ ബോളിവുഡ് സ്റ്റാറുടെ യാഷ് ചോപ്രൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇവിടെ.
ഇനി നമ്മൾ ലോങ് ഡ്രൈവാണ് മിലാൻക്ക്. ഏകദേശം 5 to 6 hours ഡ്രൈവ് ഉണ്ട്. മിലാനിൽ എത്തുമെന്നുള്ളത് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ കോമോയിൽ പോവും. കോമോയിൽ സ്റ്റേ ആക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ കുറച്ച് ഫ്രിഡ്ജൊക്കെ ഒന്ന് ഫുൾ ചെയ്യാൻ ചോദിക്കണം. കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടപ്പോൾ അൾഡി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. നമ്മളെ ഹൂഫറിൻ്റെ സെയിം സംഭവം ഉണ്ട് ഇവിടെ. അൾഡി എന്നാണ് നെയിം. അപ്പോൾ ഇവിടെ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് പോവാം. ഇന്ത്യൻ ചിക്കൻ കറിയാണത്. കണ്ടോ, താജ്മഹലിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് ദാൽ കറി, റെഡ് തായ്. അതും കാക്കുവിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ചൂസാക്കും. നാളെ കാക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവരൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാണാതെ ബില്ല് ചെയ്യാനുള്ള പരിപാടി. നിങ്ങളെന്താ വാങ്ങിക്കണേ? ഇവിടെ ബിഗ് കേക്ക്സ് ഇല്ല അല്ലേ? ഇവിടെ ഗിഫ്റ്റ് ചീസുകളുടെ നാടാണ്. ഇത് ഒറിജിനൽ നെയ്യാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും കൊണ്ടുപോയിരുന്നു. ഹണി, നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് നമ്മളെ ഫുഡ് ഐറ്റംസ് ഒക്കെ കുറേ വണ്ടിയിലൊക്കെ നിറച്ച് ഫ്രിഡ്ജൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സ്വിറ്റ്സർലാൻഡ് വിട്ട് ഇറ്റലിയിലേക്ക് പോവുകയാണ്. ഏകദേശം ഇതിൽ കാണിക്കുന്നത് 3 hours 49 minutes ആണ്. പക്ഷെ ഇത് കാറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. 80 കിലോമീറ്റർ അല്ലേ നമുക്ക് സ്പീഡ്? ഇപ്പോൾ 80 കിലോമീറ്ററിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു 100 വരെ മാക്സിമം. അപ്പോൾ നമുക്ക് ഏകദേശം 5 hours ഡ്രൈവ് ഉണ്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് മിലാനിലേക്ക് ഇൻഷാ അള്ളാ. അപ്പോൾ ഇനി ഇറ്റലിയിലെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ഡേയ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസൊക്കെ ബാക്കി വെച്ച് നമ്മൾ ഇറ്റലിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴിയാണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ സ്ഥലം തന്നെയാണ്. അടിപൊളി സ്ഥലമാണ്. നമ്മൾ ആ ഒരു ചുരമൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആ ഒരു താമരശ്ശേരി ചുരം എന്നൊക്കെ പറയില്ല, ആ ഒരു എന്താ പറയുക, അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. കോടമഞ്ഞും ഒക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു പ്രത്യേക തണുപ്പും ഒരു പ്രത്യേക ഫീൽ കിട്ടുന്നൊരു സ്ഥലം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ചുരം കയറി എന്നിട്ടാണ് നമ്മൾ ഇറ്റലിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് മെമ്മറീസൊക്കെ ബാക്കി വെച്ച് ഇട്ടാണ് പോകുന്നത്. മനസ്സിൽ ഒരിക്കലും തിരിച്ചു പോകാൻ തോന്നില്ല. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ സ്വിറ്റ്സർലാൻഡ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏകദേശം 13 രാജ്യങ്ങളാണ് തോന്നുന്നു ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു രാജ്യത്തിനെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതിൽ ഇവരുടെ ഗവൺമെൻറ്റിന് മാത്രമല്ല കേട്ടോ, ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കും അതിൽ നല്ല പങ്കുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ഒരു കരിയില വീണ് കിടക്കുകയോ ഒരു പൂക്കൾ നാശമായി കിടക്കുകയോ അങ്ങനെ ഒരു ഇതുമില്ല. അത് അവരവരുടെ വീട് അവർ ക്ലീൻ ചെയ്യണം, അത്രയും ഭംഗിക്ക് ക്ലീൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ടായിരിക്കും. അപ്പം എന്തായാലും സ്വിറ്റ്സർലാൻഡ് മെമ്മറീസ് മാത്രം ബാക്കി വെച്ച് സ്വിറ്റ്സർലാൻഡിൻ്റെ കാഴ്ചകളൊക്കെ മനസ്സിലിങ്ങനെ വെച്ച് നമ്മളിനി ഇറ്റലിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഈ ഒരു വഴിയാണെങ്കിലും എന്തൊരു ഭംഗിയാണെന്നറിയോ, ഭയങ്കര തണുപ്പുണ്ട്, നല്ല കോട മഞ്ഞും. ചില സ്ഥലങ്ങളും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല ഒരു ഡേഞ്ചറസ് സ്ഥലമാണ്. കുറേ വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ. എന്തായാലും അടിപൊളി. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇറ്റലിയിൽ നിന്ന് കാണാം. ആകെ മൊത്തം കോടമഞ്ഞാണ്. നമ്മളൊരു റെസ്റ്റ് ഏരിയയിൽ നിർത്തി, നമുക്ക് കണ്ണ് കാണുന്നില്ല. അപ്പം അത് കാരണം നമ്മളിവിടെ റെസ്റ്റ് ഏരിയയിൽ നിർത്തിയിട്ടുള്ളതാണ്. ഇനി ഒരു നല്ല ചൂട് ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാന്ന് വിചാരിക്കും. ചായ റെഡി ആയിട്ടുണ്ട്. ചൂട് ചായ കോടമഞ്ഞുള്ള എടുത്തിരുന്നിട്ടല്ലേ. മല ഇറങ്ങണ്ടെന്ന് അവിടെ നിക്ക. ശരിയല്ലേ, അങ്ങോട്ടൊന്നും കാണുന്ന പോലും ഇല്ല. കോടമഞ്ഞ് എൻജോയ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാട്ടാ. തീരെ കാണുന്നില്ല. എങ്ങനെയുണ്ട്? ഓ നല്ല തണുപ്പാ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ കാറൊന്നും നമുക്ക് കാണുന്നില്ല. തൊട്ടപ്പുറത്ത് കൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്, അയാളെ പോലെ നമുക്ക് കാണുന്നില്ല കേട്ടോ. പുറത്ത് 11 ഡിഗ്രിയിലാക്കോ, 11 ഡിഗ്രി. ഇത് തണുപ്പല്ല മെയിനായിട്ട് പക്ഷെ ഈ കോടമഞ്ഞ് ഇറങ്ങിയത് അല്ലേ. Oh my god. In 50 meters, slight left onto Scheitel Tunnel, Route 11. കോട കൈയോളം നിർത്തിയിട്ടേ. കോട കൈയോളം വരുന്നില്ല. പോട്ടെ, ലൈറ്റ് ഇട്ടിക്കണില്ല ഞങ്ങള്. Slight left onto Scheitel Tunnel, Route 11. കോട ഇറങ്ങിയിട്ട് നമുക്ക് ഒന്നും കാണുന്നില്ല, നമ്മളെ ഫ്രണ്ടിക്ക് പോലും കാണുന്നില്ല. Continue on Route 11 for 18 kilometers. അപ്പം ഇറ്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നിന്ന് നമുക്ക് കാണാനുള്ള ഒരു സ്ഥലമാണ്. വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മളിത് ഇറ്റലി ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാനൊന്നും പറ്റില്ല. ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മിനിമം ഒരു 1 വീക്കെങ്കിലും ഒരു 3-4 ഡേയ്സെങ്കിലും നിൽക്കണം. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ വീണ്ടും നമ്മൾ ഓസ്ട്രിയയിൽ തന്നെയാണ് നമ്മൾ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് എന്താ പറയുക, ഏകദേശം സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 1000 കിലോമീറ്റർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ പോവാതെ കുറച്ച് ഇറ്റലിയും സ്ലൊവാനിയയും കവർ ചെയ്തിട്ട് അങ്ങനെ ഓസ്ട്രേലിയയിൽ പോവാം. അപ്പോൾ ഈ 1000 കിലോമീറ്ററിനെ നമ്മളൊരു 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 250 കിലോമീറ്റർ ഓരോ ദിവസം ഡ്രൈവ് ചെയ്ത് സ്റ്റേ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇറ്റലിയിൽ പോയിട്ട് സ്റ്റേ ചെയ്യുക, നാളെ നമ്മൾ സ്ലൊവാനിയയിൽ പോയിട്ട് സ്റ്റേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രിയയിൽ വിയന്ന ഓസ്ട്രിയൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ വിയന്നയിലാണ് വന്ന് ഇറങ്ങിയതെങ്കിലും കൂടിയിട്ട് നമ്മൾ വിയന്ന കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വിയന്നയും കൂടി കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകാമെന്നാണ്, അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും ഈ ഒരു തിരിച്ചു പോകുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഞാൻ ഇത്രയും ദിവസത്തിനിടക്ക് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ഭംഗി. നമ്മൾ ആൽപ്സ് റോഡുകളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശം. ഇവിടെ അധികം ആൾ താമസമൊന്നുമില്ല ഈ ഒരു ചുരം ഭാഗത്ത്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്തി തുടങ്ങി. കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ, ദൂരം എവിടേക്ക് നോക്കിയാലും വെള്ളച്ചാട്ടവും പച്ചപ്പും മലകളും ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. പറ്റാവുന്നവരൊക്കെ വന്ന് കാണുക.
എത്തുന്നിടത്ത് വരെ അതിൻ്റെ ഒരു അറ്റം പോലും കാണുന്നില്ല. എന്തൊരു വലുപ്പല്ലേ. ഇങ്ങനൊരു ടണൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ പോയിട്ടില്ല. ഇവിടെ തന്നെ കുറെ എമർജൻസി എക്സിറ്റുകൾ ഇതാ. ഓഫ്, അങ്ങനെ നമ്മൾ ഇറ്റലിയുടെ മണ്ണിലേക്ക് ഏകദേശം എത്തി തുടങ്ങി. ഇറ്റലിയോട് അടുത്ത് തുടങ്ങിയിട്ടാ മിലാനോ. ആ ഒരു ബോർഡൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. നമ്മൾ ചുരമൊക്കെ കയറി ഇറങ്ങി എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ലഞ്ച് നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു പെട്രോൾ സ്റ്റേഷനിൽ കയറിയിട്ട് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ലഞ്ച് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അത് കഴിച്ചിട്ട് വേണം ബാക്കി യാത്ര തുടരാൻ. അപ്പോൾ ചോറ് ഓൾമോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലേക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് ഐറ്റംസ്. ഇന്ന് ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാം. ഇന്നലത്തെ കുറച്ച് ബീൻസ് ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ തട്ടിക്കൂട്ട് മോരുകറി, അതാണ് ഇന്നത്തെ ലഞ്ചെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടരാം. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളെ ഡേ 10 ആണ്, 10ാമത്തെ ദിവസം. നമ്മളെ 5ാമത്തെ രാജ്യമാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതാണ് ഇറ്റലിയുടെ ബോർഡർ. കണ്ടോ, ഒരു ചെക്കിങ്ങോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ വണ്ടി അതിൽ കൂടെ പാസ് ചെയ്യും. നമ്മളിപ്പോൾ ഇത്രയും രാജ്യങ്ങൾ അങ്ങനെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബോർഡറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ചെക്കിങ്ങോ ഒന്നുമില്ല. നമ്മളെവിടെ ഇറങ്ങിയിട്ടോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആ ഇറ്റലീൻ്റെ ഈ ഒരു റോഡ് യൂസ് ചെയ്യുന്നതിന് നമ്മളൊരു ടോള് പേ ചെയ്ത് നമ്മളിങ്ങനെ പോരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഷെങ്കൻ വിസ എടുത്ത് വന്നിട്ടുണ്ടെങ്കിലുള്ളൊരു ഗുണം. നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ 26 കൺട്രീസ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ വൈൽഡ് ക്യാമ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോവുകയാണ്. വൈൽഡ് ക്യാമ്പിംഗ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരത്തെ തന്നെ നമ്മൾ കൂട്ട് കയറണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ എന്തായാലും നാളെ നമ്മൾ ഇറ്റലിയിലെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.